മടങ്ങിയെത്താമ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഓൺലൈൻ മദ്യവിൽപ്പന അങ്ങനെയുള്ള ശുപാർശ ഇപ്പോൾ വീണ്ടും MD സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു നീക്കത്തെ കാണുന്നത്? വളരെ നേരത്തെ തന്നെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയമായിരുന്നു മദ്യവർജനം, ഘട്ടഘട്ടമായി മദ്യവർജനം ഏർപ്പെടുത്തുമെന്നുള്ളത്. അപ്പോ അതിന് വിരുദ്ധമായി ഇപ്പോ തന്നെ കോവിഡ് സമയത്ത് ഇത്തരത്തിൽ മദ്യവിൽപ്പനയ്ക്ക് ശ്രമിച്ചിരുന്നു. ബെക്യു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാക്കുകയും ആ ആപ്ലിക്കേഷൻ തകരുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണോ നയത്തിന് അനുകൂലമായിട്ടാണോ ഈ നടപടി സ്വീകരിക്കുന്നത് എന്നാണ്. ഈ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ലഭ്യത കൂടുതൽ ലഭ്യമാക്കുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ഉറപ്പുവരുത്തുന്നതിന് മാത്രമേ ഇത്തരം നടപടികൾ ഉപകരിക്കൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരം നടപടികൾ. ഇത് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്ന ഈ സംസ്ഥാനത്ത് കൂടുതൽ അരാജകത്വത്തിലേക്ക് നയിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കരുത് എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും. കാരണം ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അവർ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ നയപരിപാടികൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കാണുന്നത്. വീടുകളിലേക്ക് തന്നെ മദ്യം എത്തിച്ചു നൽകുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് തുല്യമാണിത്. അപ്പോ ആ രീതിയിലേക്ക് മദ്യലഭ്യത ഇരിക്കുന്ന സ്ഥലത്തേക്ക് സർക്കാർ തന്നെ മദ്യം എത്തിച്ചു നൽകുന്ന നടപടിയിലേക്ക് നീങ്ങുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഘട്ടഘട്ടമായി മദ്യവർജനത്തിലൂടെ ലഹരി ഉപഭോഗം കുറയ്ക്കും എന്ന് പറയുന്ന സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ ബാറുകളും മദ്യഷാപ്പുകളും തുറന്നു എന്ന് മാത്രമല്ല 5 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഔട്ട്ലെറ്റുകൾ തുറന്നു കഴിഞ്ഞു. ഇപ്പോൾ വീടാന്തരം ഇത് എത്തിച്ചു നൽകാൻ ഇനി കുറച്ച് അവശേഷിക്കുന്ന റേഷൻ കട വഴിയുള്ള വിതരണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇനി അതുകൂടി തുടങ്ങിയാൽ ഗംഭീരമായി. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചതിന്റെ. സേഫ് തുടരുന്നുണ്ട്. സേഫ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അരാജകത്വത്തിലേക്ക് ഈ ഒരു ഓൺലൈൻ വിൽപ്പന കടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പെട്ടെന്നൊരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ MP രാജേഷിൻ്റെ ഒരു പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. പല സഭകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങൾ അങ്ങനെ വരാറുണ്ട്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് ഈ ശുപാർശ വരുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകട്ടെ എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഈ വിഷയം അത് വാർത്തയായി പുറത്തു വരുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭാ യോഗമാണ്. ഇത് പൊതു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും അതിനകത്ത് ചർച്ചയുണ്ടാകുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംസ്ഥാന സർക്കാർ ഒരുപാട് നടത്തി വരികയാണ്. ലഹരിക്ക് എതിരായ പോരാട്ടം നടത്തി വരികയാണ്. ഇതിനിടയിൽ ഈ വീട്ടിലേക്ക് മദ്യമെത്തുക അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മദ്യമെത്തുക എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് വലിയ വിമർശന വിധേയമാകുമോ എന്നുള്ള ഒരു ചർച്ച അത് പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നുണ്ടാകട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഗൗരവപരമായ ചർച്ചകൾക്കൊടുവിൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാൻ സാധ്യത. ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഈ കോവിഡ് കാലത്ത് ആദ്യം തന്നെ ഇങ്ങനെയൊരു നിർദ്ദേശം ബെപ്കോ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? കോവിഡ് കാലത്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അമൃത, അത് അറിയാം. സ്വാഭാവികമായിട്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം വാർത്താ സമ്മേളനം പോകുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ കമൻറ്റ് ബോക്സുകളടക്കം ചോദിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചോദ്യങ്ങൾ വേണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നിരുന്നു ആ സമയങ്ങളിൽ. ആ പത്രസമ്മേളനങ്ങൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഓൺലൈൻ വഴി ഇതേപോലെ തന്നെ അമൃത ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മദ്യം വിൽക്കാൻ വേണ്ടിയുള്ള ഒരാലോചന സർക്കാർ തലത്തിൽ നടന്നിരുന്നു. പക്ഷേ അത് എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കും എന്നുള്ള തീരുമാനം ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളിലേക്ക് പോവുകയോ അതിനകത്തൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് അങ്ങനൊരു തീരുമാനം വേണ്ട, കാരണം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ട് പിന്നെ മദ്യം വീട്ടിലേക്ക് എത്തിക്കുന്ന തീരുമാനം വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നൊരു നിലപാടെടുക്കുകയായിരുന്നു. പിന്നീട് ആ ലോക്ക്ഡൗണിൻ്റെ ഒരു സ്വഭാവം മാറി കഴിഞ്ഞതിന് ശേഷം ചില നിയന്ത്രണങ്ങൾ മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടായ സമയത്താണ് ഒരു ആപ്പ് വഴി മദ്യം ബുക്ക് ചെയ്തിട്ട് ഇവർക്ക് ടൈം സ്ലോട്ട് നൽകിക്കൊണ്ട് ഈ മദ്യശാലകളിൽ പോയി മദ്യം വാങ്ങാൻ വേണ്ടിയുള്ള സമയം നൽകുക. അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കുകയും അങ്ങനെ ടൈം സ്ലോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബെവറേജിലും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിലും പോയി മദ്യം വാങ്ങാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് അത് നടപ്പാക്കി വരികയായിരുന്നു. അത് അന്ന് ആപ്പ് ഭയങ്കര ഹിറ്റായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്പ്
ആയിരുന്നു അതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായാലും അത് അന്ന് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഒന്ന് അതായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് മദ്യവിൽപ്പന നടന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രിയാണ് അതിനകത്ത് അങ്ങനെ ഒരു ഓൺലൈൻ വിൽപ്പനയിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത്. പിന്നീട് പലതരത്തിലുള്ള പല കോണുകളിൽ നിന്ന് ഇങ്ങനെ ആവശ്യം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ അനധികൃത മദ്യവിൽപ്പന അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പറയും നമ്മൾ ഈ വാറ്റുചാരമൊക്കെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിൽ മദ്യം അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ആപ്പ് വഴി ടൈം സ്ലോട്ട് നൽകിക്കൊണ്ട് മദ്യവിൽപ്പന നടത്താൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇപ്പോൾ മദ്യം സുലഭമായി ലഭിക്കുന്നുണ്ട്. കാലം മാറുന്നതനുസരിച്ച് വീട്ടിലേക്ക് കൂടി മദ്യം എത്തട്ടെ എന്നുള്ളതായിരിക്കും വെബ്കോ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനകത്ത് നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അമൃത. അതെ, ഏതായാലും ചർച്ചകൾ അനിവാര്യമാണ്. ഒപ്പം തന്നെ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സൈഫ്, മദ്യനയത്തിൽ ചെറിയ തരത്തിലെങ്കിലും മാറ്റങ്ങളൊക്കെ വേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും വേണ്ടി വരും. ചെറിയ തരത്തിലല്ല, അതിനകത്ത് പൂർണ്ണതോതിൽ മാറ്റം വരുത്തേണ്ടി വരും. കാരണം നിലവിൽ സംസ്ഥാനത്ത് മദ്യം വിൽക്കാൻ അനുമതി ഉള്ളത് രണ്ട് സ്ഥാപനങ്ങൾക്കാണ്. ഒന്ന് കൺസ്യൂമർ ഫെഡിനും ഒന്ന് ബിവറേജസ് കോർപ്പറേഷനും. ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. കൺസ്യൂമർ ഫെഡിന് അവരുടേതായ ആ സ്ഥാപനങ്ങളുണ്ട്. ഇവർക്ക് മാത്രമാണ് മദ്യം വിൽക്കാൻ അനുമതി ഉള്ളത്. ഇപ്പോൾ ബാറുകളിൽ മദ്യം കിട്ടുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് അവർ വിൽക്കുന്ന മദ്യം ബാറുകൾ വാങ്ങിയിട്ടാണ് മദ്യം നൽകുന്നത്. ഈ മദ്യം പുറത്ത് കൊടുത്ത് വിൽക്കാൻ വേണ്ടിയുള്ള അനുമതി അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ള അനുമതി വേണമെങ്കിൽ ഈ സ്വിഗ്ഗി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നൽകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടി വരും. നികുതി ഘടനയിൽ മാറ്റം വരേണ്ടി വരും. കാരണം കൂടുതൽ പൈസ ഇപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അധിക പൈസ ഈടാക്കുന്നത്, അവർ ട്രാവലിംഗ് ചാർജ്, കൺവീൻസിങ് ചാർജ് ഒക്കെ അവർ ഈടാക്കാറുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ